ആണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അയ്യോ അങ്ങനല്ല ചോദിച്ചേ. അതിൻ്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും അത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാക്കുന്നുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനിടയ്ക്ക് ശ്രീനിവാസൻ്റെ ഒരു പടമുണ്ട്, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിൻ്റെ കാര്യം ഉദിക്കുന്നില്ല. എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യം ഇല്ലാത്തവർ. ചോദ്യം അതായിരുന്നു. ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എൻ്റെ അടുത്തിരുന്നു ആരെയും ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുമന്നിരിക്കുന്നു, നമ്മൾ എന്തോന്ന് അപ്പോയിൻമെൻറ്റ് എഴുതി കൊടുത്തിട്ടാണോ വെളുത്തിങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അതേകൾ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാണ് പറയുന്നത്? ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല. നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ വെറും മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ? അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് ഇത് ചെയ്യുന്നു. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമല്ല. എങ്കിലും ചേച്ചി സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ ചേച്ചി എന്തായിരിക്കും പറയാ? അതല്ല ഇപ്പം പറഞ്ഞേ. എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളോ, അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരാന്ന് ഞാൻ പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഈ ഉള്ളൊരുക്ക് പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കാണാൻ ഇപ്പുറത്ത് ഇഷ്ടമുള്ളൊരു ഉർവശി ഉണ്ടല്ലോ, ഭയങ്കര ഓണായിട്ട് ഈ ഫസ്റ്റ് ഷോട്ട് മുതൽ ലാസ്റ്റ് ഷോട്ട് വരെ ഭയങ്കര ചിരിപ്പിച്ച് എൻ്റർടൈൻ ചെയ്യിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമ അടുത്ത് തന്നെ ഉണ്ടാവും. എങ്ങനെയാണ്? ഒരു പരിധിവരെ ചിരിക്കാനുള്ള സിനിമയായിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗദമ്മ 7th B സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പേഴ്സണലി 2 ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത്. എനിക്ക് പക്ഷേ എന്താന്ന് എനിക്കെന്ന് മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ്. അത് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാനിപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, താല്പര്യമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിനുള്ള ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ നടികളൊക്കെ കഴിവുള്ളവരുണ്ട്, അവരെ ഒന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഇടത്തിൽ എന്തുകൊണ്ടാണ് അവരെ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും. എന്താ അറിയത്തില്ല. ഉർവശി മാം വന്നിട്ട് ഇവിടെ നമുക്ക് ഇതുവരെ സീരിയസ് ആയിട്ട് പലതും ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് സെറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത്? സെറ്റിലും ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചും നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. പിന്നെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചിരിയാണ്. ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്തുക, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് സെറ്റിനെയൊക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമ അഭിനയിക്കുമ്പോഴും ചേച്ചി എനിക്കൊന്ന് അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചീനെ കുറച്ച് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷേ ഷോട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും.